as the sun begins to rise, we lift our hearts to the skies. Jesus, you're our guide and light. Fill our day with love so bright. Morning devotion, we come and pray. Praise the Lord. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ കാണുന്നു. യേശുക്രിസ്തു ബെഥസ്ദ എന്ന കുളക്കരയിലേക്ക് വരിക, ആട്ടുവാതിൽ വഴിയാണ് കടന്നു വരിക. അപ്പൊ അവിടെ വന്നപ്പോഴ് 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്നവൻ, രോഗസൗഖ്യത്തിന് വേണ്ടി വന്നത്. ഇത് കർത്താവ് അവിടെ വന്നു നിൽക്കുന്നത് ശബത്ത് ദിവസം. യേശു അവനെ കണ്ടു, അവൻ ഏറിയ കാലമായിരിക്കുന്നു അങ്ങനെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. അപ്പോഴവനെ 38 വർഷമായിട്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല. അവൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: എങ്ങനെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാൻ നോക്കും, സാധിച്ചില്ല. പലരുടെ സഹായം ആവശ്യപ്പെട്ടു, സാധിച്ചില്ല. ഇവൻ ഒരു പണിയും ചെയ്യുന്നില്ല എങ്കിലും സ്വസ്ഥതയില്ലായ്മയിലാണ് അവനായിരിക്കും. സ്വസ്ഥതയില്ല, ഒരു പണിയും ചെയ്യുന്നില്ല, പക്ഷെ സ്വസ്ഥതയില്ല. പക്ഷെ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ്: മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവ്. അപ്പൊ ആ ശബത്ത് ദിവസം കർത്താവ് അവിടെ വന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്ന് വരെ പണി ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ന് നീ ഒരു പണി ചെയ്യാൻ പോവാ, കിടക്ക് എടുത്ത് നടക്കാം. അവൻ ക്ഷണത്തിൽ സൗഖ്യം പ്രാപിച്ച് കിടക്കെടുത്തു. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: ഇത്രയും നാളും അവൻ ഒരു പണിയും ചെയ്യാതിരുന്നപ്പോഴും അവൻ അസ്വസ്ഥതയിലായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് 38 വർഷത്തിന് ശേഷം അവൻ ആദ്യമായിട്ട് കിടക്കെടുത്ത് നടക്കുമ്പോൾ, യഥാർത്ഥത്തിൽ അവൻ ജോലി ചെയ്യുമ്പോൾ, ഇന്നാണ് അവൻ യഥാർത്ഥ സ്വസ്ഥത പ്രാപിച്ചത്. അതായത് ശബത്തിന് ഒരു പണിയും ചെയ്യാതിരിക്കുന്നതല്ല സ്വസ്ഥത. ശബത്തിന് ഹല്ലേലൂയ അവൻ പണികൾ ചെയ്യുമ്പോഴും ദൈവവചനത്തോടുള്ള പ്രതികരണമായിട്ട് ദൈവം നിവർത്തിച്ച പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ, അവിടെയാണ് യഥാർത്ഥ ശബത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിങ്ങൾ ഇടപെടുന്ന സകല വ്യക്തികളോടും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല വെല്ലുവിളികളോടും ഈ ഒരു മനോഭാവത്തോടു കൂടെ നിൽക്കാമോ? ഹല്ലേലൂയ, എനിക്കറിയാം എന്റെ കർത്താവിന്റെ കൂട്ടായ്മ, എന്റെ കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, പത്രോസ് പറഞ്ഞ പോലെ, കർത്താവ് ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, നിന്റെ വചനത്തിന് വലയിറക്കുക. നിങ്ങളുടെ ഉറപ്പ് ആമേൻ നിങ്ങളുടെ അകത്തുണ്ടായിരിക്കട്ടെ. ഞാൻ കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ വചനം അനുസരിച്ചാണ് ചെയ്യുന്നത്. ജയമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.